CPIയെ ഇരുട്ടിൽ നിർത്തി തീരുമാനമെടുക്കാനാകില്ലെന്ന് ബിനോയ് വിശ്വം. കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് രാഷ്ട്രപതി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനീക ഓൺലൈൻ മോജ് ന്യൂസിലേക്ക് സ്വാഗതം. നയപരമായ കാര്യങ്ങൾ ഘടക പാർട്ടികളെ അറിയിക്കാത്തതിന്റെ യുക്തി മനസ്സിലാകുന്നില്ലെന്നും CPIയെ ഇരുട്ടിൽ നിർത്തി തീരുമാനമെടുക്കാനാകില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. PM ശ്രീയെക്കുറിച്ച് CPI ഇരുട്ടിലാണെന്നും അദ്ദേഹം പറഞ്ഞു. NEPയെ ഷോക്കേസ് ചെയ്യാനുള്ള പദ്ധതിയെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ടു പോകും? CPIക്ക് മാത്രമല്ല CPIM-നും ആശങ്കയുണ്ട്. പ്രതീക്ഷയുടെ പക്ഷമാണ് ഇടതുപക്ഷം. പാഠ്യപദ്ധതിയെ പോലും സ്വാധീനിക്കുന്നതാണിത്. പത്രവാർത്തകളല്ലാതെ PM ശ്രീയെക്കുറിച്ചുള്ള MOU എന്താണെന്നോ ഇതിൽ ഒപ്പിടുമ്പോൾ കേരളത്തിന് കിട്ടിയ വാഗ്ദാനങ്ങൾ എന്താണെന്നോ ഉള്ള കാര്യങ്ങൾ അവ്യക്തമാണ്. CPIക്ക് മാത്രമല്ല LDFിലെ ഓരോ പാർട്ടിക്കും അത് അറിയാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാനവ വികസന സൂചിക, സാക്ഷരത, വിദ്യാഭ്യാസം, വിജ്ഞാനം തുടങ്ങിയ ശക്തികളിലാണ് കേരളം മുന്നിട്ട് നിൽക്കുന്നതെന്നും പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. വിജ്ഞാനം സമൂഹത്തെ നവീകരണത്തിലേക്കും സ്വയം പര്യാപ്തതയിലേക്കും നയിക്കുന്നു. 21-ാം നൂറ്റാണ്ട് വിജ്ഞാന നൂറ്റാണ്ടാണ്. വികസനത്തിനും വളർച്ചയ്ക്കുമുള്ള അവസരങ്ങൾ കണ്ടെത്താനുള്ള താക്കോലാണ് വിദ്യാഭ്യാസമെന്നും രാഷ്ട്രപതി മുർമു പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ വോൾവോ ബസിന് തീപിടിച്ച് വൻ അപകടത്തിൽ 24 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ബസ്സിൽ 40 പേരുണ്ടായിരുന്നു. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആന്ധ്രയിലെ കുർണൂരിൽ പുലർച്ചെ 3 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. പ്രമുഖ തമിഴ് സംഗീത സംവിധായകൻ MC സബേഷ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. വൃക്കരോഗത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രശസ്ത സംഗീത സംവിധായകൻ ദേവയുടെ സഹോദരനാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് സംഘടന എതിരാണെന്നും PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതിൽ ആശങ്കയുണ്ടെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. വിഷയത്തിൽ സർക്കാരിനെ ആശങ്ക അറിയിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ വർഗീയ നിലപാട് എതിർക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ് നടന്മാരായ K. ശ്രീകാന്തിനും കൃഷ്ണകുമാറിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. മയക്കുമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ചാണ് ഇഡിയുടെ സോണൽ ഓഫീസ് നടന്മാർക്ക് സമൻസ് അയച്ചത്. വയനാട് മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ AICC അംഗം ND അപ്പച്ചനെതിരെ നിർണായക തെളിവുകൾ. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ അപ്പച്ചനെതിരെ ഗുരുതര ആരോപണമാണുള്ളത്. ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിന് തിരിച്ചടി. മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം വെച്ച നടപടി നിയമവിധേയമാക്കിയ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഇക്കാര്യത്തിൽ പുതിയ വിജ്ഞാപനം ഇറക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാന വിവിധ ജില്ലകളിൽ മഴ ശക്തമായി തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 115.6 mm മുതൽ 204.4 mm വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പരസ്യവുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു. കാനഡയുമായുള്ള വ്യാപാര ചർച്ചകൾ അവസാനിപ്പിക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് കാനഡ. ജനീക ഓൺലൈൻ മോജ് ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.